ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാറാണ്. ഒരു മലബാർ സ്റ്റൈലിലാണ് ഞാൻ ഇവിടെ ഈ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പ് ആണ്. ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നു: ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതും, ഒരു പച്ചക്കായ നീളത്തിൽ അരിഞ്ഞതും, ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറികൾ മുറിക്കുമ്പോൾ ഒരു 1.5 ഇഞ്ച് നീളത്തിൽ വേണം സാമ്പാറിന് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ. ഇവയെല്ലാം നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ആദ്യം പരിപ്പ് ഞാൻ കുക്കറിലേക്ക് ചേർക്കുകയാണ്. വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷമാണ് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്നിച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഉള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്ന സമയം വരെ വേവിക്കുക. വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻ പുളി എടുത്ത് അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ജീരകവും 1 ഇഞ്ച് നീളത്തിൽ കായവും എടുത്തിട്ടുണ്ട്. ഇത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു 3 അല്ലി ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വലിയ അല്ലി ആയതുകൊണ്ടാണ് ഞാനൊരു 4 എണ്ണം ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 10-12 അല്ലിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം തേങ്ങ വറുത്തെടുക്കാൻ. ചെറിയ നിറം ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ ഇത് നന്നായി വറുത്തെടുക്കണം. തീ കൂട്ടി വെച്ച് ഒരിക്കലും തേങ്ങ വറുത്തെടുക്കാൻ പാടില്ല. തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുങ്ങനെ ഇളക്കി വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തേക്ക് വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് ഇത് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് ആദ്യം തന്നെ വെള്ളം ചേർക്കാതെ നന്നായി അരച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് പിന്നീട് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 2 മുരിങ്ങാക്കായും ഒരു ചെറിയ കഷ്ണം വഴുതനങ്ങയും ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ പരിപ്പും വെജിറ്റബിൾസും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മുരിങ്ങാക്കായും തക്കാളിയും വഴുതനങ്ങയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്ക ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അത് വഴറ്റിയതിന് ശേഷമാണ് ചേർക്കുന്നത്. പിന്നീട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി നന്നായി പിഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾക്ക് ആ വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കണം.
ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിശ്രിതം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് സാമ്പാറിന് ഉണ്ടാവുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് നമുക്ക് താളിക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തതിന് ശേഷം പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് സാമ്പാറിലേക്ക് താളിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. ഇത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടി വരും. അതുകൊണ്ട് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയം